ഹലോ, അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളിത് ഗോതമ്പ് പൊടിയും മുട്ടയും വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പൊ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയിട്ട് വരാം. അപ്പൊ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് മസാല ഉണ്ടാക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഒരു പച്ചമുളകും അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി കട്ട് ചെയ്ത് ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഒരു സവാള ചേർത്ത് കൊടുക്കാം. ഒറ്റ സവാള മതി. അതിന് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടൊന്ന് സോഫ്റ്റ് ആവണമെന്നില്ല, എന്നാലും ആ കടിക്കുന്ന പരുവൊന്ന് മാറണ വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പൊ നമുക്ക് ഇച്ചിരി ഉപ്പിട്ടിട്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അപ്പൊ അതേ ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ആണ്. അപ്പൊ അത് ഒരുപാടൊന്നും ചേർക്കണ്ട, ഒരു 1/2 ടീസ്പൂൺ ഒക്കെ ചേർത്താൽ മതി. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് അതിന്റെ ആ ഒരു പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പൊ നന്നായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ നമുക്കൊരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നമുക്ക് ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് മുട്ടയാണ്. അപ്പൊ 2 പുഴുങ്ങിയ മുട്ട ഒന്ന് ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കുക. എന്നിട്ട് നമുക്ക് അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്താൽ മതി. മുട്ട ചേർത്ത് കഴിഞ്ഞിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് മസാലയൊക്കെ പിടിക്കാനായിട്ട് ഒന്ന് വെക്കുക. അതുപോലെ തന്നെ ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ മുട്ട ചെറിയ പീസായിട്ട് നമുക്ക് കട്ടായിട്ട് കിട്ടും. അപ്പൊ നല്ലപോലെ എല്ലായിടെയും മസാല ഇങ്ങനെ പെരണ്ടിരിക്കും. അപ്പൊ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള മസാലയാണ്. നമ്മൾ മുമ്പ് ഈ മസാല ഇട്ടിട്ടുണ്ട്. അപ്പൊ അതേ നമുക്ക് ഇതിനി അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ട ബാറ്റർ ഉണ്ടാക്കണം. അപ്പൊ അത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു മുട്ട ചേർത്ത് കൊടുക്കുക. അതിനകത്തോട്ട് ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടി ചേർക്കുന്നുണ്ട്. ഗോതമ്പ് പൊടി ചേർത്തിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഗോതമ്പിന്റെ ടേസ്റ്റ് ഉണ്ടാവും നല്ല പോലെ. അപ്പൊ ടേസ്റ്റ് ആണ് നോക്കുന്നെങ്കിൽ മൈദ ചേർത്താൽ മതി. മൈദയിൽ ചെയ്യുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇതിനേക്കാളും. അപ്പൊ അത് നിങ്ങൾ ഹെൽത്ത് കോൺഷ്യസ് ആണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക. അപ്പൊ അതിനകത്തോട്ട് കുറച്ചായിട്ട് പാൽ ഒഴിച്ചിട്ട് ഈ ഒരു പരുവത്തിലൊന്ന് അടിച്ചെടുക്കുക. എനിക്ക് ഏകദേശം 1 കപ്പ് പാല് വേണ്ടി വന്നിട്ടുണ്ട് അടിക്കാനായിട്ട്. അപ്പൊ കുറച്ച് ചേർത്തിട്ട് അടിച്ചാൽ മതി. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു നുള്ള് അപ്പക്കാരവും കൂടെ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഉണ്ടായി വരുമ്പോൾ നല്ലപോലെ പഞ്ഞി പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇനി നന്നായിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ല ടേസ്റ്റ് ആണ്. നമുക്ക് കുട്ടീസിനൊക്കെ കൊടുക്കാൻ പറ്റും. ഞാനിപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബേക്കിംഗ് സോഡ ഒഴിവാക്കിയിട്ടൊക്കെ കൊടുക്കാം. അപ്പൊ ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെയ്തെടുക്കാം. അപ്പൊ ഞാനിത് ചെയ്യാനായിട്ട് ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. സോസ് പാൻ തന്നെ വേണമെന്നില്ല, സാധാരണ നമ്മൾ മീനൊക്കെ പൊരിക്കുന്ന ഫ്രൈ പാനിൽ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് പകുതി മാവ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിൽ ചെയ്തത് കുറച്ചും കൂടെ ഒരു പോളയുടെ ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ തന്നെ കിട്ടണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. അപ്പൊ അതേ പകുതി മാവ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് ജസ്റ്റ് ആ ഒരു മേൽഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് റെഡി ആവുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പൊ സൈഡൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വന്നു. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ മുകളിലായിട്ട് കുറച്ചൊന്ന് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കുക, കാരണം പെട്ടെന്ന് കരിഞ്ഞു പോകും മുട്ട ആയതുകൊണ്ട് തന്നെ. ഇനി നമുക്ക് ഇതിന്റെ മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് മൊത്തമായിട്ട് വെച്ച് കൊടുക്കാം. ഇത് ഞാൻ മൈദയിലും അതേപോലെ തന്നെ ഗോതമ്പിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൈദയാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട്. അപ്പോൾ കൂടുതൽ ആൾക്കാരും ഗോതമ്പ് പ്രിഫർ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഗോതമ്പിൽ കാണിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ അതേ ഞാൻ മസാല ഫുള്ളായിട്ട് വെച്ചിട്ടുണ്ട്. ഒരുപാട് സൈഡിലേക്ക് വെക്കണ്ട, അപ്പോൾ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. ഇനി നമുക്ക് ബാക്കിയുള്ള മാവ് ഇതിന്റെ മേലെ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് എല്ലായിടെയും ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ ഫുള്ളായിട്ട് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഇത് വേവിക്കാൻ പോവാണ്. അപ്പൊ അടച്ചു വെച്ചിട്ട് നമുക്ക് കുറച്ചു നേരം വേവിക്കണം. അപ്പൊ അത് പെട്ടെന്ന് നമുക്ക് കരിയാണ്ടിരിക്കാനായിട്ട് അടിയിൽ ഞാനൊരു ദോശത്തവ വെക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ വേവിക്കുന്നത്. അപ്പൊ ഒരു പഴയ തവ എടുത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പൊ കാണുമ്പോൾ നമുക്ക് സൈഡൊക്കെ ഇത് ഏകദേശം ഇതേപോലെ റെഡി ആയിട്ട് കിട്ടും, മേലെ റെഡി ആയിട്ട് ഉണ്ടാവില്ല. അപ്പൊ ആ മേലെ ഭാഗം ഒന്ന് റെഡി ആവാനായിട്ട് വേറൊരു സോസ് പാനിൽ തിരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പൊ സമയം ഞാൻ പറയുന്നില്ല, കാരണം നിങ്ങൾ എടുക്കുന്ന പാനിനനുസരിച്ച് വ്യത്യാസം വരും. എന്നാൽ ഒത്തിരി സമയമൊന്നും വേണ്ടി വരില്ല. നമ്മൾ സാധാ പോള ഉണ്ടാവുന്ന പോലെ ഒത്തിരി സമയം വേണ്ട. അപ്പൊ ഇനി നമുക്ക് ഇതെടുത്ത് സെർവ് ചെയ്യാവുന്നതാണ്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ കുട്ടീസിനൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഉറപ്പായിട്ട് ഇഷ്ടമാവും, മുട്ടയുടെ ഫില്ലിംഗ് ആയതുകൊണ്ട് തന്നെ. അപ്പൊ പെട്ടെന്ന് ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പൊ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പം മറ്റൊരു കിടുക്കൻ വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.